India is amazing. Every time we went over the Himalayas, and I'll tell you, Butch got some incredible pictures of the Himalayas. It was just amazing. ബഹിരാകാശത്ത് നിന്നും തിരിച്ചെത്തിയ കമാൻഡർ സുനിത വില്യംസിന്റെ വാക്കുകളാണിത്. മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വർണ്ണ വൈവിധ്യമാർന്ന ഇന്ത്യയെപ്പറ്റി മിസ് വില്യംസ് പ്രകീർത്തിച്ചപ്പോൾ അതിൽ മുഴങ്ങിയത് 41 വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരന്റെ വാക്കുകളിലെ അതേ ആവേശമാണ്. ഇന്ത്യൻ വംശജയാണെങ്കിലും സുനിത വില്യംസ് ഒരു അമേരിക്കൻ സിറ്റിസണും നാസയുടെ ആസ്ട്രോനട്ടുമാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ശ്രീ രാകേഷ് ശർമ്മയ്ക്കുള്ളതാണ്. 1984 ഏപ്രിലാണ് രാകേഷ് ശർമ്മ സ്പേസിലെത്തിയത്. हमारे युवकों को साहसिक कार्य करने की प्रेरणा मिलेगी. प्रश्न तो आपसे बहुत से पूछने हैं, लेकिन थोड़े से पूछती हूँ. ऊपर से भारत कैसा दिखता है आपको? जी मैं बगैर किसी झिझक के कह सकता हूँ कि सारे जहां से अच्छा. ചോദ്യങ്ങൾ താങ്കളോട് ഒരുപാട് ചോദിക്കാനുണ്ടെങ്കിലും ഞാൻ അധികം ചോദിക്കുന്നില്ല. എങ്ങനെയുണ്ട് മുകളിൽ നിന്നും നോക്കുമ്പോൾ ഇന്ത്യ എന്ന അന്നത്തെ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധിയുടെ ചോദ്യത്തിന് മിസ്റ്റർ ശർമ്മ നൽകിയ ഉത്തരം അല്ലാമ ഇക്ബാലിൻ്റെ കവിതയിലെ നമുക്കെല്ലാം സുപരിചിതമായ ആ ആദ്യ വരിയാണ്. സാരേ ജഹാ സെ അച്ഛാ. 41 വർഷങ്ങൾക്കിപ്പുറം മിസ് വില്യംസിന്റെ വാക്കുകളിലും അതേ ആവേശം തന്നെ സ്ഫുരിച്ചത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെയാണ് കണ്ടത്. ഇന്ത്യയുടെ സ്പേസ് മിഷനുകളിൽ സഹായിക്കുന്നുണ്ടെങ്കിലും മീഡിയകളുടെ ബഹളങ്ങളിൽ നിന്നും ലൈം ലൈറ്റിൽ നിന്നും മാറി നമ്മുടെ രാകേഷ് ശർമ്മ തമിഴ്നാട്ടിലെ കൂനൂരിൽ സ്വൈര്യജീവിതം നയിക്കുകയാണ് ഇന്ന്. മിസ്റ്റർ ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ വംശജർ പലരും സ്പേസിലെത്തിയെങ്കിലും ഇവരൊന്നും ISROയിൽ നിന്നല്ല, മറിച്ച് നാസയുടെ ആസ്ട്രോനോട്ട്സ് ആയിരുന്നു. സുനിത വില്യംസ്, കൽപ്പന ചൗള, രാജാചാരി, സിരിഷ ബാന്ദ്ല എന്നിവരാണവർ. തീർത്തും സ്ത്രീകൾ മാത്രമുള്ള ബ്ലൂ ഒറിജിൻ എന്ന സ്പേസ്ഷിപ്പ് ബഹിരാകാശത്ത് പോയി മടങ്ങിയെത്തിയത് ഈ ഏപ്രിൽ 14 തീയതിയാണ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിനിൽ പോപ്പ് സിംഗർ കാറ്റി പെറി ഉൾപ്പെടെ 6 സ്ത്രീകളായിരുന്നു ക്രൂ മെമ്പേഴ്സ്. എന്നാൽ നമുക്ക് അഭിമാനിക്കാവുന്ന അടുത്ത പരിപാടിക്ക് അരങ്ങൊരുങ്ങുന്നുണ്ട്. അടുത്ത മാസം, അതായത് 2025 മെയ്യിൽ ആക്സം മിഷൻ 4ന്റെ ഭാഗമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പറക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ്. ഉത്തർപ്രദേശുകാരനായ അദ്ദേഹം അങ്ങനെ ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ ആസ്ട്രോനോട്ട് എന്ന ബഹുമതി നേടും. Follow me for more such thoughts.